ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വിനും ശ്രുതി വഴിയിൽ പെട്ടുപോകാട്ടോ. ഷോ ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ച് ആകെ അശ്വിൻ വിഷമിച്ചിരിക്കുകയാണ്. അതിനുശേഷം അശ്വിൻ ഡ്രൈവർ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. ഒരു പയ്യൻ ബൈക്കിൽ വരുമ്പോൾ ഒന്ന് വണ്ടി നിർത്തണേ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ചോദിക്കുന്നുണ്ട്, ഇവിടെ എവിടെയെങ്കിലും പെട്രോൾ പമ്പ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ മാറി ഒരു പെട്രോൾ പമ്പ് ഉണ്ട് സർ എന്ന് ആ പയ്യൻ പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി വണ്ടീനുള്ളിൽ തന്നെ ഇരിക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ അശ്വിൻ വിചാരിക്കുന്നുണ്ട്, ഷോ 5 കിലോമീറ്ററോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ശ്രുതി പറയുന്നുണ്ട്, അതെ സർ, എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്, ഇവിടെ തൊട്ടടുത്ത് ഒരു പെട്രോൾ പമ്പ് ഉണ്ട് 5 കിലോമീറ്റർ അപ്പുറേ. പക്ഷേ അതുവരെ നമ്മൾ എന്ത് ചെയ്യൂ, ഇനി ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ സർ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അശ്വൻ പറയുന്നുണ്ട്, ഒരു വഴിയുണ്ട്, നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറയുന്നത്. എന്താ സർ, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് കൈ കയറി പിടിക്കുക കേട്ടോ. എന്താ സർ, നീ ഈ ഡ്രൈവിംഗ് സീറ്റിലിരുന്നേ? അയ്യോ സർ, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, ഞാൻ പറയണ പോലെ നീ അങ്ങോട്ട് ചെയ്താൽ മതി. നീ 2 വീലർ നല്ല പറപ്പിക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇത്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞാൻ പറയണ പോലെ ചെയ്ത്, അത് ബ്രേക്ക്, ഇത് ആക്സിലേറ്റർ, ഇതിങ്ങനെ പിടിച്ച് തിരിക്കണം, അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുക്കണം. സർ എനിക്കറിയില്ല സർ, എനിക്ക് പേടിയാണ്. ഇങ്ങനെ പേടിച്ചിരുന്നാൽ പറ്റുമോ? നമുക്ക് സ്ഥലം എത്തണ്ടേ, അതുകൊണ്ട് ഞാൻ പുറകേന്ന് തള്ളാം. ആ സമയത്ത് നീ വണ്ടി ഓടിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നിങ്ങനെ പറയാണ്. 5 കിലോമീറ്റർ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ എത്തിക്കാന്ന് പറയണം. അയ്യോ സർ, അത് ഞാൻ പറഞ്ഞ പോലെ നീ ഇത് ആദ്യം ചെയ്യും എന്ന് പറയാണ്. ആ ബ്രേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി പറയാം കേട്ടോ. എന്താ സർ, അത് റിലീസ് ചെയ്യാൻ വേണ്ടി അത് നെക്കിയിട്ട് റിലീസ് ചെയ്യുന്നു പറയുവാണ്. അങ്ങനെ അത് റിലീസ് ചെയ്ത് വിടുന്നുണ്ട് നമ്മുടെ ശ്രുതി. അതിനുശേഷം അശ്വിൻ പറയാൻ പുറകേം തള്ളാം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പുറകിലേക്ക് പോയിട്ട് അശ്വിൻ വണ്ടി ഇങ്ങനെ ബലത്തിൽ ഇങ്ങോട്ട് തള്ളുവാട്ടോ. തള്ളണ സമയത്ത് നമ്മുടെ ശ്രുതിയെ പറഞ്ഞിട്ട് തള്ളിക്കോ സ്പീഡിൽ തള്ളിക്കോ, പറ്റണില്ല എന്നിങ്ങനെ പറയാണ്. അങ്ങനെ അശ്വിനെ തള്ളിക്കൊണ്ടിരിക്കട്ടോ. കുറെ ഒരുപാട് ദൂരം അശ്വിൻ ഇങ്ങനെ തള്ളുന്നുണ്ട്. ശ്രുതി ആണെങ്കിൽ ആദ്യമൊക്കെ പേടിക്കുമെങ്കിലും പിന്നെ ശ്രുതി മനസ്സിലായി, ഹായ് ഇത് കൊള്ളാലോ, സൂപ്പർ ആയിട്ടുണ്ട്, കോടീശ്വരായിട്ടുള്ള അശ്വിൻ സാർ വണ്ടി തള്ളുന്നു, ഈ പാവം ശ്രുതി ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് വണ്ടി ഓടിക്കുന്നു, ഇത് കൊള്ളാം എന്ന് പറയാണ്. അതിനുശേഷം ശ്രുതി ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന പോലെ കാണിക്കുവാണ്. വേഗം തള്ളു സർ, എത്തുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം പിന്നീട് കാണിക്കാൻ നമ്മുടെ ശ്യാമൻ, അതായത് ശ്രുതിയുടെ അച്ഛനെയാണ്. ശ്രുതിയുടെ അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് ശ്യാമിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് നിലത്ത് വീണ് കിടക്കുന്ന കാണുവാണ്. അതിങ്ങനെ എടുക്കുവാണ്. എടുത്തതിന് ശേഷം അപ്പുറത്തിപ്പുറത്ത് തിരിച്ചു നോക്കുമ്പോഴാണ് നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ ആ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ജാതകത്തിൽ തന്ന ഡേറ്റ് ഓഫ് ബർത്ത് വേറെ, ലൈസൻസിൽ കിടക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് വേറെ, ഇത് രണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് ആണല്ലോ. അപ്പോൾ ശ്യാം എന്തോ തിരിമറി ഇതിൽ ചെയ്തിട്ടുണ്ട് എന്ന് ശ്രുതിയുടെ അച്ഛനെ മനസ്സിലാവാട്ടോ. അതിനുശേഷം അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് ശ്രുതിയുടെ അച്ഛൻ. അതേസമയം നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ, സാർ ഒന്ന് പെട്ടെന്ന് തള്ളു സർ, തള്ളു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ അശ്വിനക്ക് മതിയാവും കേട്ടോ. വെയിലും ഭയങ്കര വെയിലൊക്കെയാണ്. അപ്പം പെട്ടെന്ന് അശ്വിൻ അവിടെ നിന്ന് ഇങ്ങനെ മതിയായി. ശ്രുതി നീ എഴുന്നേറ്റ്, എഴുന്നേക്കാനോ? അതെ എഴുന്നേക്ക്, പെട്ടെന്ന് എഴുന്നേക്ക് എന്ന് പറയാണ്. എന്താ സർ, എഴുന്നേക്കടി എന്നിങ്ങനെ പറയാണ്. അങ്ങനെ ശ്രുതിനെ എഴുന്നേപ്പിക്കുകയാണ്. ഇനി നീ വണ്ടി കുറച്ചേരം തള്ളു, കുറച്ചേരം സുഖിച്ചില്ലേ, ഇനി ഇത്തിരി ദൂരം കൂടി ഉള്ളു, നീ വേഗം തള്ളെന്ന് പറയണം. അയ്യോ സാർ, ഇത്തിരി ദൂരം കൂടി ഉള്ളു, അതാ ഞാൻ പറഞ്ഞ സാറ് തള്ളു. ഇല്ല ഇനി നീ തള്ളു, എനിക്ക് മതിയായി എന്ന് പറയുവാണ്. അയ്യോ സാർ, എനിക്ക് പോയി തള്ളു എന്നിങ്ങനെ പറയുവാണ്. അങ്ങനെ ശ്രുതി ഇങ്ങനെ തള്ളാൻ വേണ്ടി നോക്കുമ്പോൾ വണ്ടി അനങ്ങുന്നേ ഇല്ല കേട്ടോ. അയ്യോ സാർ, ഇത് അനങ്ങുന്നില്ല, ബലത്തിൽ തള്ളങ്ങ് എന്ന് പറയുവാണ്. അയ്യോ സാർ, അനങ്ങുന്നില്ല സാർ, ഒട്ടും അനങ്ങുന്നില്ല എന്നിങ്ങനെ പറയാണ്. നന്നായിട്ട് തള്ളു ശ്രുതി, കുമാരി ലക്ഷ്മി എന്നിങ്ങനെ പറയുവാണ്. എന്നിട്ട് ശ്രുതി ഇങ്ങനെ തള്ളുന്നുണ്ട്. ആ സമയത്ത് അശ്വിൻ അങ്ങനെ തന്നെ തള്ളു എന്നിങ്ങനെ പറയുവാണ്. അങ്ങനെ ശ്രുതി തള്ളിക്കൊണ്ടിരിക്കും. അശ്വിൻ വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അശ്വിന് ചിരിയും വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ശ്രുതിക്കാണെങ്കിൽ തള്ളാൻ പറ്റേണ്ട ശ്രുതി നാടൻ പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തള്ളി കുറച്ച് ദൂരം എത്തുമ്പോഴേക്കുമാണ് നമ്മുടെ അശ്വിൻ്റെ വണ്ടി അനങ്ങുന്നില്ല. ആ സമയത്ത് ശ്രുതി, അയ്യോ സാർ ഇത് അനങ്ങുന്നില്ലെന്ന് പറയാണ്. നന്നായിട്ട് തള്ളു നീയൊന്ന്. ഇല്ല സാറിന് തള്ളുന്നുണ്ട്, അനങ്ങുന്നില്ലെന്ന് പറയാണ്. വണ്ടി തള്ളാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അശ്വിൻ വേഗം തന്നെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് എഴുന്നേക്കും കേട്ടോ. ആ സമയത്ത് ശ്രുതി പറഞ്ഞു, അയ്യോ സാർ അത് നോക്കിക്കേ എന്ന് പറയാണ്. എന്താ, ദേ ടയർ പഞ്ചറായി. ഇത് പഞ്ചറായി അതിനിടയ്ക്ക് എന്ന് അശ്വിനും പറയണ്ട. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അയ്യോ സാർ, ഇനി എന്ത് ചെയ്യും സാർ? അതന്നെ ഞാനും ചോദിച്ചത്, ഇനി എന്ത് ചെയ്യുമെന്ന് എന്നിങ്ങനെ പറയുവാണ്. അതേസമയം നമ്മുടെ വീട്ടിലാണെങ്കിൽ ലാവണ്യ നമ്മുടെ മനോരമയുടെ അടുത്ത് പോകണം. മനോരമ യോഗ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻറ്റി എന്ത് ചെയ്യും? ഞാൻ യോഗ ചെയ്യാൻ മോളെ, 8 സെക്കൻഡ് ശ്വാസം പിടിച്ച് നിൽക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് 3 സെക്കൻഡ് പോലും പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. അതില്ല ലാവണ്യ ബേബി, യോഗ ചെയ്താൽ വണ്ണം കുറയോ എന്ന് ചോദിക്കുവാണ്. ഫാറ്റൊക്കെ കുറച്ച് ബേൺ ആവും എന്ന് പറയാണ്. പക്ഷെ ഇതിനേക്കാൾ നല്ലത് ഒരു ട്രെയിനറെ വിളിച്ച് ചെയ്യിപ്പിക്കണമല്ലേ. പിന്നെ ഇവിടെ ഒരു ട്രെയിനർ വന്നാൽ സഹിക്കാൻ വയ്യ, അല്ലെങ്കിൽ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല മോളെ. അയ്യോ, അതിന് ആൻറ്റി ഇവിടുത്തെ എന്ത് പണിയാണ് ചെയ്യണത്? അടുക്കളയിൽ പോലും കയറണത് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ലാവണ്യ പറയുമ്പോൾ, അത് ഇപ്പോഴല്ലേ ഞാൻ നടുന്ന് നിവർത്തത്, മുമ്പ് ഈ അടുക്കളയിൽ തന്നെയായിരുന്നു എൻ്റെ ജീവിതം. നല്ല പ്രായത്തിൽ അടുക്കളയിൽ നിന്ന് മതിയായി എനിക്ക്. ആൻറ്റി, ഞാൻ പിന്നെ ആൻറ്റി അടുത്ത് വേറൊരു കാര്യം വേണ്ടി അറിയാൻ വേണ്ടി വിളിച്ചതാണെന്ന് ഇങ്ങനെ പറയുവാണ്.
ആ സമയത്ത് മനോരമ ചോദിക്കണ്ടേ, എന്താ ബേബി, എന്താ കാര്യം, നീ ചോദിച്ചോ എന്ന് പറയാണ്. അതെ, എനിക്ക് ഈ എംബ്രോയിഡറി വർക്ക് പഠിച്ചാൽ കൊള്ളാന്നുണ്ട്, ചിക്കൻ കറി വർക്ക്. ഓ പിന്നെ ചിക്കൻ കറി വർക്ക് ആൻ്റെ എന്നെ ഒന്ന് പഠിപ്പിച്ചു തരുമോ? പിന്നെ എൻ്റെ പൊന്നിലാവണ്ട ബേബി, എനിക്ക് സൂചിയിൽ നൂല് കയറ്റാൻ പോലും അറിയില്ല. അങ്ങനെയുള്ള എൻ്റെ അടുത്താണോ ചിക്കൻ കറി വർക്ക് ചോദിക്കുന്നത്? അത് ഇവിടുത്തെ മുത്തശ്ശിനെ കയ്യിലെടുക്കണമെങ്കിൽ കുറച്ച് എംബ്രോയിഡറി വർക്കൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? അത് നീ പറഞ്ഞ ശരിയാണ്. ആ ശ്രുതിലക്ഷ്മി അങ്ങനെയാണല്ലോ ആ തള്ളേനെ കയ്യിലെടുത്തതെന്ന് പറയാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് എംബ്രോയിഡറി പഠിക്കണമെന്നുണ്ട്. ശ്രുതിയെ വിളിച്ചിട്ട് കിട്ടണമില്ല. ഒരു കാര്യം ചെയ്യാം, എന്താണ് ശ്രുതിയുടെ ചോദിച്ചു പഠിക്കുക, പക്ഷെ അവളിവിടെ കാണുന്നില്ലല്ലോ, ഇത് അവളിത് എവിടെ പോയി എന്ന് ഞാൻ ചോദിക്കുകയാണ്. അതിനുശേഷം ആർക്കറിയാം, എവിടെയെങ്കിലൊക്കെ പോയി നടക്കുന്നുണ്ടാവും എന്നിങ്ങനെ പറയാണ്. ഒരു കാര്യം ചെയ്യാം, ശ്രുതിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് ഇന്ന് ലാവണ്യനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ അശ്വിനും കൂടി ഇങ്ങനെ നിൽക്കട്ടെ, എന്ത് ചെയ്യണമെന്ന് അറിയാം. ആ സമയത്ത് അശ്വിൻ ഫോണിൽ സംസാരിക്കുകയാണ്, പക്ഷേ ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അശ്വിൻ ഇങ്ങനെ നിന്നിട്ട് ഇവിടെയാണ് ഹെഡ്സെറ്റ് വെച്ചേക്കുന്നത്, ശ്രുതി ഇവിടെ നിൽക്കണേ കേട്ടോ, ഫോൺ കയ്യിലുണ്ട്. അപ്പോൾ അശ്വിൻ ഇങ്ങനെ പറഞ്ഞിട്ട്, എല്ലാം കൊണ്ടും മതി, ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ചോദിച്ചപ്പോഴേക്കും നിങ്ങൾ അതിന് മറുപടി പറയണില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്, ഫോണിലാട്ടോ ഇങ്ങനെ പറയുന്നത്. അതൊന്ന് ശ്രുതി ഓടി വരുവാണ്. അയ്യോ സർ, ഞാനെന്ത് ചെയ്തു സാറിന്, ഞാനും ചെയ്തിട്ടില്ല. അശ്വിൻ പറയുന്നുണ്ട്, ചെവിന്ന് പറയുന്നുണ്ട്, എന്താ സർ, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് വീണ്ടും അശ്വിൻ, അതെ നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ഇട്ടേച്ച് പോ എന്നിങ്ങനെ പറയാണ്. അയ്യോ സാർ, ഞാൻ എന്ത് ചെയ്തു സാർ എന്ന് പറയാണ്. ആ സമയത്ത് അശ്വിൻ ചെവിയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ശ്രുതി ഫോണിലാണ് നിന്നെ പാട്ടിനെ വെക്കുക കേട്ടോ. അയച്ചു, സാറ് ഫോണിലായിരുന്നല്ലേ, സോറി സാർ, ഞാനത് ശ്രദ്ധിച്ചില്ല. സംസാരിച്ചോ എന്ന് പറയുകയാണ്. എത്രയും പെട്ടെന്നൊരു ക്യാബ് അയക്കണം ഈ ഭാഗത്തേക്ക്, എൻ്റെ അവസ്ഥ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, എത്രയും പെട്ടെന്നൊരു ക്യാബ് അയക്കൂ എന്നൊക്കെ അശ്വിൻ ഫോണിൽ സംസാരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ലാവണ്യ അശ്വിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അശ്വിൻ ഫോൺ, ലാവണ്യ പറ. ഏസ് നീ ഇപ്പം എവിടെയാ? ഒന്നും പറയണ്ട, നിന്റെ ട്രെയിനർ ഉണ്ടല്ലോ, അവളെ കൊണ്ട് ഞാൻ തോറ്റു. ശ്രുതികുമാരിയെ കൊണ്ടോ? അതെന്ത് പറ്റിയും ചോദിക്കുമ്പോൾ, അവളിപ്പോൾ എവിടെയുണ്ട്? അവളിപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. നിന്റെ കൂടെയോ? അവളെങ്ങനെ നിന്റെ കൂടെ വന്നു? ഒന്നും പറയണ്ട, നീ ഒരു കാര്യം ചെയ്യ്, ശ്രുതിക്ക് ഫോൺ കൊടുക്കാവോ എന്ന് ചോദിക്കുകയാണല്ലോ അവനെ. ശരി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ഹെഡ്സെറ്റ് ഊരിയിട്ട് ശ്രുതിക്ക് കൊടുക്കുവാണ്. ചെവി വെക്കുന്നത് പറയാണ്. ഇതെങ്ങനെ ചെവിയിൽ ശരിക്കും വെക്കടി എന്ന് പറയണം. പക്ഷെ ആ ഹെഡ്സെറ്റ് വെക്കാൻ വേറൊരു തരത്തിലുള്ള ഹെഡ്സെറ്റ് ആണ് കേട്ടോ. അപ്പോൾ ശ്രുതി തിരിച്ചു വെക്കുമ്പോഴേ അശ്വിൻ പറയുന്നുണ്ട്, ഇങ്ങനെയല്ല, ഇങ്ങനെ തിരിച്ചു വെക്കാൻ പറയാണ്. അപ്പോൾ ശ്രുതിക്ക് വെക്കാൻ പറ്റണില്ല. അപ്പോൾ അശ്വിൻ, അതായത് റൈറ്റ് സൈഡിലുള്ള ഹെഡ്സെറ്റാണ് ശ്രുതി ലെഫ്റ്റ് സൈഡ് വെക്കണത്. അപ്പോൾ അശ്വിൻ ആ ഹെഡ്സെറ്റ് ചെവിയിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് വീണ്ടും ശ്രുതിയുടെ ചെവിയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ ശ്രുതിക്ക് വല്ല തിക്ലിയൊക്കെ ആവുന്നുണ്ട്, കാരണം അശ്വിൻ്റെ കൈ ഇങ്ങനെ ചെവിയിലും ഇങ്ങനെ ഇങ്ങനെ മുടിയിലൊക്കെ ഇങ്ങനെ കൊള്ളുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ നെഗിളിപ്പ് കൊള്ളുകയാണ് കേട്ടോ. ആ സമയത്ത് അശ്വിൻ വീണ്ടും ആ ഹെഡ്സെറ്റ് എടുത്ത് വെച്ച് കൊടുക്കുവാണ്. അതിനുശേഷം സംസാരിക്കുന്നത് പറയുന്നുണ്ട്, ലാവണ്യ മേഡം പറ എന്ന് പറയുമ്പോൾ, നീ എങ്ങനെ അശ്വിൻ ASRൻ്റെ വണ്ടിയിലെത്തി? ഒന്നും പറയണ്ട മേഡം എന്ന് പറഞ്ഞിട്ട് ആ കഥ ഫുള്ളും പറഞ്ഞു കൊടുക്കാട്ടോ. വണ്ടി ഡിക്കി വെക്കാൻ പ്ലാസ്റ്റിക് തന്നെ വീണതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അയ്യോ, പെട്രോൾ തീർന്നതിന് കാരണം നമ്മളാണെന്ന് എന്തെങ്കിലും അറിഞ്ഞോ? അതൊന്നും ASRന് അശ്വിൻ സാറിന് സംശയമില്ല. ഞാൻ നിന്നെ ഇപ്പോൾ വിളിച്ചതേ, നീ ഒരു ഉപകാരം എനിക്ക് ചെയ്യാവോ? എന്താ മേഡം പറഞ്ഞോ എന്ന് പറയാണ്. എനിക്ക് കുറച്ച് എംബ്രോയിഡറി വർക്ക് പഠിക്കണം. അയ്യോ മേഡം, ഞാനിപ്പോൾ വിടയില്ലേ, ഞാൻ എങ്ങനെ പഠിപ്പിച്ചു തരും? അയ്യോ അത്യാവശ്യമാണ്, എന്ത് ചെയ്യും? ഒരു വഴിയുണ്ട്, എൻ്റെ ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി എന്നെ എംബ്രോയിഡറി വർക്ക് പഠിപ്പിച്ചത്, ചേച്ചി നന്നായിട്ട് പഠിപ്പിച്ചു തരും, ഞാൻ ചേച്ചിനെ വിടാൻ അങ്ങോട്ടേക്ക്. എങ്കിൽ എത്രയും പെട്ടെന്ന് വീട് കാട്ടും ബേബി, ചേച്ചിനൊന്ന് പറയാവോ? അതിനെന്താ മേഡം, ഞാൻ പറഞ്ഞോളാം എന്ന് പറയുവാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി ഫോൺ വെച്ചതിന് ശേഷം അശ്വിനോട് പറയുന്നുണ്ട്, സർ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് വിളിക്കാവോ, എൻ്റെ ഫോണിലേക്ക് അതിൻ്റെ നമ്പർ പറ. എൻ്റെ നമ്പർ വേണ്ട, എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്പർ സേവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഫോണിൽ എടുക്കുവാണ്. അത് ശ്രുതി ഞെട്ടിപ്പോവാട്ടോ. ശ്രുതിയുടെ നമ്പർ അശ്വിൻ സേവ് ചെയ്ത് വെച്ചെന്ന് അറിയുമ്പോഴേക്കും അങ്ങനെ ശ്രുതിനെ ഫോണിലേക്ക് അശ്വിൻ ഫോൺ വിളിക്കുകയാണ്. എൻ്റെ ഹെഡ്സെറ്റ് വീണ്ടും വെച്ചിങ്ങനെ കൊടുക്കുന്നുണ്ട്. ശ്രുതിക്ക് വീണ്ടും ഇക്കിളി ആവാട്ടോ. അപ്പോൾ പ്രീതിയാണ് ഫോൺ എടുക്കണം. ഹലോ എന്ന് പറയുമ്പോൾ, ചേച്ചി ഇത് ഞാനാ, ശ്രുതി മോളെ, നീ ഇത് എവിടെയാന്ന് ചോദിക്കുമ്പോൾ, ചേച്ചി ഞാൻ ASRൻ്റെ അശ്വിൻ സാറിൻ്റെ കൂടെയാണ്. നീ എന്താ ഇയാളുടെ കൂടെ? അതൊക്കെ വന്നിട്ട് പറയാം ചേച്ചി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അശ്വിൻ സാറിൻ്റെ കൂടെ തന്നെയുണ്ട്, ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ എത്തും. ചേച്ചി ഒരു ഉപകാരം ചെയ്യണം ചേച്ചി, എത്രയും പെട്ടെന്ന് അശ്വിൻ സാറിൻ്റെ വീട്ടിലേക്ക് പോകണം, ലാവണ്യ മേഡത്തിന് കുറച്ച് എംബ്രോയിഡറി വർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കണം. അയ്യോ ഞാൻ അങ്ങോട്ടേക്ക്, ചേച്ചി പ്ലീസ് ചേച്ചി, ലാവണ്യ മേഡം പാവല്ലേ ചേച്ചി, ഒന്ന് പോ ചേച്ചി എന്ന് പറയാണ്. ശരി എന്ന് പ്രീതി പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അശ്വിൻ ഹെഡ്സെറ്റ് വീണ്ടും ശ്രുതിയുടെ ചെവിയിൽ നിന്ന് ഇങ്ങനെ എടുക്കുക കേട്ടോ. ശ്രുതിക്ക് ആകെ വല്ലാത്ത പോലെ ആവുന്നുണ്ട്. അതിനുശേഷം ശ്രുതി പറയുന്നുണ്ട് താങ്ക്സ് എന്ന് പറയുകയാണ്. ആ സമയത്ത് അശ്വിൻ ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.